ഇവന്മാരൊക്കെ ഇതെവിടെ കാണാനും ഇല്ലല്ലോ. ശോ. ആ ഹലോ എടാ, നീയൊക്കെ പറഞ്ഞ പോലെ ഞാൻ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ടേ. ഓടാ ഓടാ, നമ്മൾ എത്തി. ഒരു 10 മിനിറ്റ് എത്തും. എടാ, നീയൊക്കെ എങ്ങാനും വരുമോ? അതെന്താടാ അങ്ങനെ ഒരു ചോദ്യം? നമ്മൾ എത്തൂലടാ. ഒരു 10 മിനിറ്റ് ഇതാ എത്തി, ഇപ്പൊ എത്തും. എടാ, ഞാൻ ഇവിടെ പോസ്റ്റാടേ, നീയൊക്കെ ഒന്ന് പെട്ടെന്ന് വരണേ. ഇപ്പൊ വരോടാ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ മര്യാദയ്ക്ക് ആ സ്ഥലത്ത് എത്തുമായിരുന്നു. നീയൊക്കെ എന്തിനാ ഇവിടെ തന്നെ വരാൻ പറഞ്ഞത്? എടാ, കൊറേ കാലായില്ലടാ കണ്ടിട്ട്. അങ്ങ് ഒരുമിച്ച് പോവാം, വലിയ പാടല്ല, പിന്നെ ഷോർട്ട് കട്ട് അല്ലേ. ഓ ശരി ശരി, ഒന്ന് പെട്ടെന്ന് വരണേടേ. അടി അവിടെ എത്തിക്കഴിഞ്ഞേ. ഓ എന്തൊരു വെയിലടേ, ഉച്ചിയിലടിക്കുന്നു. ശോ, നല്ലോണം വെള്ളവും തായിക്കണല്ലോ. ആ വീട്ടിൽ കയറി ചോദിച്ചാലോ? ചോദിച്ചേക്കാം. വീണ്ടും വിളിക്കണം. ആ പറടാ. അറിയാ, പിന്നെ നീ ഒന്ന് അടുത്ത ജംഗ്ഷനിലോട്ടൊന്ന് വരാൻ പറ്റുമോ? യവന്മാരെ കൊണ്ട് വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടി. ആ ശരി ശരി, ഞാൻ വന്നേക്കാം. അളിയാ, പിന്നെ എടാ കട്ട് ചെയ്താ. ഇനിയിപ്പോ ഇവിടെ തന്നെ ചോദിക്കാം. ഫോണിലാണോ കേട്ടെ? അല്ല, ഇവിടെ തന്നെയാണല്ലോ. ഇതെന്താ ഇങ്ങനെ? ആ ചേട്ടാ, പിന്നെ ഈ അടുത്ത ജംഗ്ഷനിലോട്ട് പോകാനുള്ള വഴി എങ്ങോട്ടാണെന്ന് അറിയാമോ? ചേട്ടാ, ചേട്ടോയ്, എന്താ വാ തുറക്കൂ? ഹലോ ചേട്ടാ, കുടിക്കാൻ കുറച്ച് വെള്ളമെങ്കിലും കിട്ടുമോ? വെള്ളം വെള്ളം വെള്ളം. അതാണെങ്കിൽ വെള്ളം 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 കിട്ടൂലേ? എന്തോ ഒരു വശപ്പശകുണ്ടല്ലോ. നൈസായിട്ട് സ്കൂട്ടാവണാണ് നല്ലത്. കുഴപ്പമില്ല, ഞാൻ വേറെ കണ്ടുപിടിച്ചോളാം, കുഴപ്പമില്ല. ഓക്കെ എന്നാ. പോയില്ലേ ഇതുവരെ? കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. എന്തൊരു മനുഷ്യനാന്ന് തോന്നുന്നു. എന്തൊരു നോട്ടം ഇത്. യവന്മാര് വീണ്ടും വിളിക്കണം. പറടാ. എടാ, പിന്നെ തൽക്കാലം നീ എങ്ങനെയെങ്കിലും ഒരു വണ്ടിയും പിടിച്ച് മെയിൻ റോഡിലോട്ടൊന്ന് വാ. അതൊക്കെ ഞാൻ എത്തിക്കോളടാ. എടാ, പിന്നെ ഞാൻ ഈ വീട്ടില് അടുത്ത ജംഗ്ഷനിലോട്ട് പോകാനുള്ള വഴി ചോദിച്ചേ. അപ്പൊ ഈ വീട്ടുകാരെന്തൊരു തുടിച്ചു നോട്ടോടെ, വല്ലാത്തൊരു നോട്ടം. നീ എന്തിനാ അവരോടൊക്കെ ചോദിക്കാൻ പോയേ? എന്താ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാടാ? ഫസ്റ്റിലെ ഒന്നും അളിയോ, ഭ്രാന്തന്മാരുടെ ഏരിയയാണ്. നീ എന്തിട്ട് ഇപ്പോഴാണോ പറയണത്? അറിയാ, അവിടെ ചുറ്റിലുള്ളത് ഭ്രാന്തന്മാരാണ്. നീ മര്യാദയ്ക്ക് അവിടുത്തെ സ്കൂട്ടാവും, അതാണ് നിനക്ക് നല്ലത്. ഓ ശരി ശരി ശരി. അയ്യോ, എന്താ? പന്തളനാഥ വൻപുലി മേലെ വന്നിറങ്ങുമ്പൂ മാമലയിൽ. നല്ല പണി എന്നെ ഉമ്മര് തന്നത്. മര്യാദക്ക് വിളിക്കാം. എന്താടാ അത്? ഈ എഫക്റ്റ് എങ്ങനെയുണ്ട്? എണിയാ, എന്താണ്? നീ എന്തിനാണ് എന്നെ തന്നെ? സ്വപ്നം കണ്ടതാ. സ്വപ്നം അവൻ്റെ. നീ എന്നെ തന്നെയാണ് സ്വപ്നം കണ്ടത്? അതാ നിന്നെ തന്നെ കണ്ടത്. ഈ എഫക്റ്റ് എങ്ങനെയുണ്ടെന്ന്? ഈ എഫക്റ്റ് എങ്ങനെയുണ്ട്? എന്തിനാണ് എന്നെ ഇപ്പോഴും അടിച്ചത്? ഹാങ് ഓവർ മാറിയിട്ടില്ല. അവൻ്റെ ഒരു ഹാങ് ഓവർ. എടാ, എൻ്റെ മനസ്സ് പറയുന്നതേ
നമ്മളന്ന് 6 വർഷം മുമ്പ് നമ്മളൊരു വീട് കയറി പോയില്ലേ, ഒരമ്മച്ചി പ്രേതം കണ്ട് നമ്മൾ. ഓ, അതിപ്പം പറയാൻ കാരണം? അല്ലടാ, 6 വർഷം മുമ്പ് കണ്ട പ്രേതവും ഈ ഇടയ്ക്ക് നിന്റെ ദേഹത്ത് കയറിയ എല്ലാം അവര് തന്നെന്നാ തോന്നുന്നേ. വാടാ, അത് നീ ഇന്നലെ അടിച്ചതിൻ്റെ ഹാങ് ഓവർ ആയിരിക്കും. വാടാ. എടാ ഒന്നുമില്ലടാ, നമ്മളിപ്പോൾ സേഫ് അല്ലേ? സേഫൊക്കെ തന്നെ, പക്ഷേ എങ്ങനെ പറയാൻ. എടാ നാളെ നമുക്ക് അവിടം വരെ ഒന്ന് പോയാലാ? എന്തിന് കൂടുതൽ പേടിക്കാനാ? ഈ സന്ദർഭങ്ങളാണ് നമ്മളെ സഹായിക്കുക ഒരു വ്യക്തി വരുന്നത്. ആര്? മറ്റേ മന്ത്രവാദിയെ. മോനെ, അതൊക്കെ സിനിമയിൽ. ജീവിതത്തിൽ നമ്മളാണ് തേടി പോവേണ്ടത്. എന്നാലും ഇവൻ വീട് വിടാത്ത എന്താണ്? ഇനി ഞാൻ അറിയാതെ വല്ല പെണ്ണിനെ കേട്ട് താമസിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒന്നും അറിയണമല്ല. ഇപ്പം കിടന്ന് ഉറങ്ങാൻ നോക്കും. ഒരു സേഫ്റ്റിക്ക് ഇരിക്കട്ടെ. എടാ പിന്നെ നാളെ താക്കോൽ എൻ്റെ തന്നാൽ മതി കേട്ടോ, ഞാൻ തുറക്കാം.